1957 ഏപ്രിൽ 5-ന് EMSഉം 10 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ ചരിത്രം വഴിമാറുകയായിരുന്നു. ഐക്യ കേരളത്തിലെ ആദ്യ സർക്കാർ എന്ന് മാത്രമല്ല, ബാലറ്റിലൂടെ അധികാരമേറ്റ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ. EMSഉം അച്യുതമേനോനും TV തോമസും KC ജോർജും KP ഗോപാലനും TA മജീദും PK ചാത്തനും KR ഗൗരിയും ഉൾപ്പെട്ട മന്ത്രിസഭ. ഇടത് സ്വതന്ത്രരായി ജയിച്ചെത്തിയ VR കൃഷ്ണയ്യരും ജോസഫ് മുണ്ടശ്ശേരിയും ഡോക്ടർ AR മേനോനും ശോഭിച്ച മന്ത്രിസഭ. കേരളത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറ പാകിയ ചരിത്രപരമായ തീരുമാനങ്ങളെടുത്ത മന്ത്രിസഭയായിരുന്നു EMSന്റെ ആദ്യ മന്ത്രിസഭ. അധികാരമേറ്റയുടൻ പാട്ടകൃഷിക്കാരെ ഒഴിപ്പിക്കുന്നത് തടയുന്നതിനുള്ള ഓർഡിനൻസ്, പിന്നാലെ സമഗ്ര ഭൂപരിഷ്കരണം ലക്ഷ്യമിട്ടുള്ള കാർഷിക ബന്ധ ബിൽ, വിദ്യാഭ്യാസ മേഖലയിലെ പൊളിച്ചെഴുത്തുമായി വിദ്യാഭ്യാസ ബിൽ, തൊഴിലാളികൾക്ക് മിനിമം കൂലി ഉറപ്പാക്കാനുള്ള നിയമം, EMS സർക്കാരിന്റെ നെറുകയിലെ പൊൻതൂവലുകൾ. 58-ൽ ദേവികുളം ഉപതെരഞ്ഞെടുപ്പിൽ റോസമ്മ പുന്നൂസ് വിജയിച്ചതോടെ സർക്കാരിന് വലിയ നേട്ടമായി അത് മാറി. എന്നാൽ 2 വർഷം തികയുമ്പോൾ സർക്കാരിനെതിരെ വിമോചന സമരം പ്രഖ്യാപിക്കപ്പെട്ടു. പ്രതിപക്ഷവും കത്തോലിക്ക സഭയും NSSഉം ഒരുമിച്ച് സംസ്ഥാനം ഇളകിമറിഞ്ഞു. സമരം 3 മാസം പിന്നിടുമ്പോൾ 1959 ജൂലൈ 31-ന് ജനാധിപത്യത്തിലെ ആ കറുത്ത ദിനം കൂടി വന്നു. ഭരണഘടനയുടെ 356-ാം വകുപ്പനുസരിച്ച് ഐക്യ കേരളത്തിലെ ആദ്യ സർക്കാരിനെ പിരിച്ചുവിട്ടു. രാജ്യത്ത് പിരിച്ചുവിടപ്പെട്ട ആദ്യ സർക്കാർ എന്ന ചരിത്രവും EMS സർക്കാരിന് തന്നെ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.